മാന്നാനം കൺവെൻഷൻ കൂടിയിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു 87 വയസ്സുള്ള ഒരു വല്യപ്പനുണ്ടെന്ന് വിചാരിക്കുക. വല്യപ്പന്മാരൊക്കെ നല്ലതാണ്, വല്യപ്പന്മാർ നല്ലതാണെങ്കിലും ഈ വല്യപ്പൻ ഇത്തിരി പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചൊറിയാണ്. ചൊറി എന്ന് പറഞ്ഞ ചേച്ചി മനസ്സിലായോ? അതായത് ഈ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്ന ചില ആളുകളില്ലേ. അതായത് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇതെന്തിനാ ഈ ചുമന്നത് വെച്ചത്, ഇത് വെള്ളം വെച്ചാൽ പോരെ, ഈ കുരിശ് ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്, ഇങ്ങോട്ടല്ലേ, ഇത് തമ്മി ഒരകലല്ലോ. ഇതിൻ്റെ പേരാണ് ചൊറി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ മനമര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ പോരെ, അതെങ്ങനെയും ഇരിക്കട്ടെ. എല്ലാ കാര്യത്തിലും നീ എന്തിനാണ് ഈ ആ ഫ്രിഡ്ജിൻ്റെ മണ്ടേ അതെടുത്ത് വെച്ചത്, നീ ഇങ്ങനെയാണോ ഇതുണ്ടാക്കുന്നത്, കാപ്പിക്ക് മധുരം ഇല്ലല്ലോ. ഇതിൻ്റെ പേരാണ് എന്ത്? ചൊറി. ഇപ്പം നിങ്ങൾ മാന്നാനം കൺവെൻഷൻ കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ നല്ല തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? അപ്പച്ചൻ എന്നാ ചൊറിഞ്ഞാലും ഞാൻ യേശുവിനെ പോലെ ആയിരിക്കും. സ്തോത്രം. ഞാൻ യേശുവിനെ പോലെ. അപ്പച്ചൻ എന്നാ ചൊറിഞ്ഞാലും ഞാൻ ഈശോയെ പോലെ ആയിരിക്കും. സ്തോത്രം. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന ഉടനെ അപ്പച്ചൻ ഇത്രയും നേരം എന്നതായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അപ്പച്ചാ ഹല്ലേലൂയ, അപ്പച്ചാ ധ്യാനം വചനപ്രഘോഷണം ആരാധന ഹല്ലേലൂയ. അപ്പോൾ അപ്പച്ചൻ 2 മിനിറ്റത്തേക്ക് അടങ്ങി. അപ്പച്ചന് ചായ കൊടുക്കുമ്പോൾ കാപ്പി കൊടുക്കുമ്പോൾ അടുത്ത ദിവസമായി. നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു. അപ്പച്ചൻ എല്ലാ ചൊറിഞ്ഞാലും ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം അപ്പച്ചൻ ഇടപെടുന്നുണ്ട്. ഇന്ന് എന്നാടി രാവിലെ? ഇന്ന് പുട്ടാണ് അപ്പച്ച. ഓ, ഉപ്പുമാവ് മതിയായിരുന്നു. നിങ്ങൾക്ക് നല്ല അരിശം വരുന്നുണ്ട്. 2 ദിവസമായി. മറ്റേ ധ്യാനത്തിൻ്റെ എഫക്റ്റ് ഇന്നലെ രാത്രി കൊണ്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ല അരിശം വരുന്നുണ്ട്. ഇപ്പം നല്ല അരിശം വരുന്നുണ്ട്, ഒരുമാതിരി നല്ല അരിശം കയറി വരുന്നുണ്ട്. എന്നാലും നിങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവമേ ആമേൻ സ്തോത്രം. 3 ദിവസമായി. അപ്പച്ചൻ്റെ സ്വഭാവം, അപ്പച്ചൻ മാന്നാനം കൺവെൻഷൻ കൂടിയിട്ടില്ല, അപ്പച്ചൻ്റെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ, എൻ്റെ ചോദ്യം, 4-5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നത്, എല്ലാം ചെയ്യുന്നുണ്ട്. അന്നേരമാണ് അപ്പച്ചൻ പറയുന്നത്, നന്നാടി ഒരു വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ ഈ കറി. അപ്പം നിങ്ങൾ കസേര നീക്കിയിട്ട് അങ്ങോട്ടിരുന്നു. കളവാ, 4-5 ദിവസം കൊണ്ട് ഞാൻ ഓങ്ങി വെച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വല്ലതും തിന്നിട്ട് മിണ്ടാതിരുന്നോണം. നിങ്ങൾക്ക് ഈ ഡയലോഗുകൾ വളരെ പരിചയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഈ തന്നെ വരികയാണ് സിസ്റ്ററെ, തന്നെ വരികയാണ്. ഇത് നമ്മൾ നല്ല തീരുമാനം എടുത്തിട്ട് പോയതാണ്. എന്തെല്ലാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയൊക്കെ പറഞ്ഞിട്ട് ഭാഷാപരത്തിലൊക്കെ സൂചിച്ചാണ് നമ്മൾ ഇരിക്കുക. പക്ഷേ ഈ പഴയ സാധനം കയറി വരികയാണ്. പറ ഹല്ലേലൂയ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ശരിയല്ലേ ഞാൻ പറഞ്ഞു?